അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് അയർലൻഡിലെ ആദ്യത്തെ FM ആയിട്ടുള്ള നാടൻ ചായ എന്ന് പറയുന്നത്. അവരുടെ ക്രൂസാണ് ഈ നിൽക്കുന്നത്. ഇത് രാജിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആർജിയാണ് അല്ലേ? അപ്പോൾ അയർലൻഡിൽ ഇതൊരു പുതിയ കാൽവയ്പ്പാണ് നാടൻ ചായ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പറയൂ. ജിറ്റി. ഓക്കെ. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ നാടൻ ചായയുടെ ടീമുകളാണ്, ഈ പുറകിലിരിക്കുന്നവരെല്ലാവരും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? DMA പൂരമല്ലേ, അപ്പം പൂര കാഴ്ചകൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക, ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കുക. വരാൻ പറ്റാത്തവരുണ്ടല്ലോ ഒത്തിരി പേര്. അപ്പൊ അവരൊരു ഫീഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കണം, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം. അപ്പൊ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം. ഓക്കെ, അതെന്താണേലും ഒരു നല്ലൊരു തുടക്കമായിട്ടുണ്ട്. കാരണം അയർലൻഡിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് FM റേഡിയോ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യത്തെല്ലാം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ FM റേഡിയോയുടെ ഈ മനോഹാരിത ആസ്വദിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. എന്നാൽ അയർലൻഡിൽ എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നമ്മളുടെ തനിമയാർന്ന മലയാളികളുടെ പാട്ടുകളും അതുപോലെ തന്നെ ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇവിടുത്തെ റോഡുകളിൽ നടക്കുന്ന കാര്യങ്ങളും മലയാളികളിലേക്ക് എത്തിക്കുവാനുള്ള ഇവരുടെ ഈ ഒരു ഉദ്യമത്തെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ചായയുടെ എന്താ പറയുന്നത് എല്ലാ ഐഡിയാസും എല്ലാം. അപ്പൊ ഇദ്ദേഹം ഓക്കെ. അപ്പൊ ആർജിയും ഓക്കെ. അപ്പം അദ്ദേഹം വരൂ. ഇദ്ദേഹമാണ് ഡയറക്ടർ. എന്താ പേര്? സുനിൽ. ഓക്കെ. അപ്പൊ സുനിൽ നല്ല ഒരു സംരംഭമാണ്. എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ടീമിനും താങ്ക് യു വെരി മച്ച്.